നോമ്പ് നമ്മിലെ ദൈവബോധത്തെയും ദൈവബന്ധത്തെയും ശക്തിപ്പെടുത്തുന്ന നാളുകളാണ്. ആത്മസമർപ്പണത്തിനും തിരുത്തലിനുമുള്ള വേദിയാണ് നോമ്പുകാലം. ദൈവസ്വരം കേൾക്കുവാനും സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാനുമുള്ള സമയമാണ്. ഇന്നത്തെ വചനദാനത്തിനായി സഭയെ തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം രക്ഷയുടെ കൂടാരം എന്നുള്ളതാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. 3 ചിന്തകളാണ് ഞാൻ ഇതിൽ നിന്നും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, അന്വേഷണത്തിന്റെ അൾത്താര. സക്കായി യേശുവിനെ അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു. അന്വേഷകന് മരം ഒരു വരദാനമാകുന്നു. വലിയ പദവിയിലായിരിക്കുന്നവൻ മരത്തിൽ കയറിയാൽ ജനങ്ങൾ പരിഹസിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതെല്ലാം സക്കായി വിസ്മരിക്കുന്നു. ആളുകളുടെ നിഷേധകരമായ അഭിപ്രായങ്ങളൊന്നും സക്കായി മുഖവിലയെടുക്കുന്നില്ല. വൃക്ഷങ്ങൾ യേശുവിനെ കാണുവാനുള്ള ശാലകങ്ങളാണ്. മരം അൾത്താരയുമായി രൂപാന്തരപ്പെടുത്തുന്നു. മരങ്ങൾ നശിക്കുമ്പോൾ നാമും നശിക്കുന്നു. യേശുവിനെ കാണാനുള്ള അൾത്താര നശിക്കുന്നു. പ്രകൃതിയുടെ സംരക്ഷണം ജീവന നിലനിൽപ്പിനും യേശുവിനെ കാണുന്നതിനും അനിവാര്യമാണ്. പ്രകൃതിയുടെ വരദാനത്തിൽ തൻ്റെ ആന്തരിക സൗഖ്യം വീണ്ടെടുപ്പിൻ്റെയും മരപ്പച്ചകളാകുന്നു എന്ന് തിരിച്ചറിയുവാൻ അദ്ദേഹം വളരുന്നു. യേശുവിനെ കാണുക എന്നത് പരമലക്ഷ്യമായി സക്കായി കാണുന്നു. അത് ആത്മീകമാണ്. രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അനുഗമനവും അനുസരണവും. സക്കായി കാട്ടത്തി മരത്തിൽ നിന്ന് ബന്ധപ്പെട്ട് ഇറങ്ങുന്നു. യേശുവിനെ അനുഗമിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രതമായ അഭിലാഷം, സത്യത്തിലേക്കും നീതിയിലേക്കും മടങ്ങി വരാനുള്ള വേഗതയുടെ ഇറക്കം. സക്കായിയുടെ സൃഷ്ടിപരമായ പ്രതികരണം തന്നെ യേശുവിനെ അനുധാവനം ചെയ്യുവാൻ കാരണമായി. അനുഗമനം രക്ഷ സാധ്യമാക്കി. സക്കായിട്ടുള്ള യേശുവിൻ്റെ ആദ്യ കൽപ്പന വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നാണ്. അനുസരണം വീടിന് ഗുണമായി രക്ഷ പ്രാപിച്ചു അബ്രഹാമിൻ്റെ മകൻ എന്ന ലേവലിലേക്ക് തിരിച്ചു വന്നു. അനുസരണത്തിൽ അനുഗ്രഹമുണ്ട്. അനുസരണം ഒരു ഭംഗിവാക്കല്ല, ഓരോ ജീവിതങ്ങളിലും പെയ്തിറങ്ങേണ്ടതായ നീരൊഴുകളാണ്. മൂന്നാമതായി, അനുഭവത്തിൻ്റെ ആനന്ദം. യേശുവിനെ സക്കായി അനുഭവിച്ചറിയുന്നു. പാപിയായവന് പറുദീസ ലഭിക്കുന്ന നീതിയുടെ ഇടമാണ് യേശുവിൽ സക്കായി അനുഭവിച്ചത്. സമുദായ ഭീഷ്ക കളിപ്പിച്ചിട്ടിരിക്കുന്നവരോടൊപ്പം ഭക്ഷണമേശ പങ്കിടുന്നതിൽ യേശു ശ്രദ്ധിച്ചു പോയ കലഹമുള്ള വീടും ഹൃദയവും ദൈവസ്ഥാനങ്ങളായും അവയത്തിൻ്റെ മരപ്പച്ചകളായും തീരുന്നു. അനുഭവം മറിച്ച നിലപാടിലേക്കും തീരുമാനത്തിലേക്കും സക്കായിയെ നയിക്കുന്നു. കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. പാവപ്പെട്ട അപരം അപ്പോൾ സന്തോഷിക്കുന്നു. ശരിയായ രക്ഷയുടെ അനുഭവത്തിലേക്കും സക്കായി മടങ്ങി വരുന്നു. നാം ഓരോരുത്തരും ഈ നോമ്പുകാലം നമ്മുടെ തെറ്റുകളെയും ഏറ്റുപറഞ്ഞും രക്ഷയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരുമാറാകണമേ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ.